ഹലോ അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എഗ്ഗ് ബിരിയാണിയാണ്. അപ്പം നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലോട്ട് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. കുറച്ചധികം സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് കുറച്ചധികം തന്നെ സവാള ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. അത് ബിരിയാണി ദം ചെയ്യുമ്പോൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും കുറച്ചധികം മസാല ഇടാൻ വേണ്ടിയിട്ടും അത് മാറ്റിയതിന് ശേഷം കുറച്ച് ഓയിൽ മാറ്റി വെക്കുക. എന്നിട്ട് അതിലോട്ട് നമുക്ക് മസാലക്കുള്ള സവാള ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റിയെടുക്കുക. അതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആൻഡ് ചില്ലി പേസ്റ്റ് 3 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുക. കുറച്ചധികം തന്നെ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1/4 ടീസ്പൂണോളം പെപ്പർ പൗഡർ ആൻഡ് ഗരം മസാല പൊടി 1/4 ടീസ്പൂണോളം, പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര്, 2 ടേബിൾ സ്പൂണോളം തൈര് എല്ലാം പാടെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് എഗ്ഗ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് പുഴുങ്ങിയ എഗ്ഗിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്കതൊന്ന് ഫ്രൈ ചെയ്ത് നമ്മുടെ മസാലയിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒന്ന് പൊട്ടിപ്പോകാതെ നോക്കണം. എൻ്റെ എഗ്ഗ് ഒന്ന് പൊട്ടിപ്പോയി മിക്സ് ആക്കണതിൻ്റെ ഇടയിൽ. അതിന് ശേഷം നമുക്ക് അതിൻ്റെ മേലെ കൂടെ മല്ലിച്ചപ്പ് പുതിന കുറച്ച് വെച്ച് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഫ്രൈഡ് ഓനിയനും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് മസാല മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ചോറ് വെക്കാം. അതിലോട്ട് ആദ്യം നമുക്ക് ആവശ്യത്തിനുള്ള ഓയിലും നെയ്യൊക്കെ ഒഴിച്ച് ഏലക്കായ, പട്ട, ഗ്രാമ്പൂ അങ്ങനത്തെ എല്ലാതും ഇട്ട് കൊടുക്കുക. കുറച്ച് ചെറുനാരങ്ങ നീര്, ഉപ്പ്, 2 പച്ചമുളക് എല്ലാം ഇട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കതിലോട്ട് അരി ഇട്ട് കൊടുക്കുക. അത് എല്ലാമായി. പിന്നെ നമുക്ക് ചോറായതിന് ശേഷം കുറച്ച് ചോറ് മേലെ നിന്ന് മാറ്റി നമുക്ക് ദം ചെയ്യുക, ഗാർണിഷ് ചെയ്യുക, മസാല ഇട്ട് കൊടുക്കുക, മേലെ കൂടെ ചോറിടുക. എന്നിട്ട് നമുക്ക് വീണ്ടും ഗാർണിഷ് ചെയ്യുക. ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ലാസ്റ്റാണ് ഇട്ടത്, അതിൻ്റെ ഒരു ക്രിസ്പിനെസ് മാറാതിരിക്കുക. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി കമൻറ്റ് അറിയിക്കണം കേട്ടോ.